പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാന്തി വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിലെ എളിമ കൊണ്ട് നിങ്ങൾ നിറയട്ടെ. ആമേൻ. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആമേൻ വെച്ച് സ്വീകരിക്കുമ്പോൾ ആ ദൈവകൃപ കൊണ്ട് അപ്പോൾ തന്നെ നിറയും. എനിക്ക് വലിയ സന്തോഷമാണ്. ഓരോ ഞായറാഴ്ചയും അല്ലെങ്കിൽ പല ദിവസങ്ങളായി നിങ്ങളെ ഈശോയിൽ ഇങ്ങനെ പരസ്പരം കണ്ടുമുട്ടാൻ സാധിക്കുന്ന കർത്താവിൻ്റെ വലിയൊരു കരുണയാണ്. കുഞ്ഞുങ്ങളെല്ലാം പ്രത്യേകം ഓർക്കാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, കുറച്ച് സമയം നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഓർക്കേണ്ട ജീവിതത്തിൽ ഞാൻ ഇപ്പോൾ പ്രസംഗം പറയാൻ കയറുമ്പോൾ അതിന് ശുശ്രൂഷയ്ക്ക് കയറുമ്പോൾ ഒക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആവർത്തി പരിശുദ്ധാത്മാവേ 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 സഹായിക്കണേ, ആത്മാവേ ആത്മാവേ. അങ്ങനെ കുറച്ച് സമയം പ്രാർത്ഥിച്ച് കയറുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, എല്ലാ ശുശ്രൂഷകളും വ്യത്യസ്തമായ മേഖലകളിൽ പരിശുദ്ധാത്മാവ് തന്നെ ഏറ്റെടുത്ത് നയിക്കുകയാണ്. എല്ലാത്തിനും സഹായം പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോഴും നിസാര പ്രവൃത്തിയാണെങ്കിലും അപ്പം തന്നെ പരിശുദ്ധാത്മാവിന് സഹായം ചോദിക്കണം. ആത്മാവിനോട് സഹായം ചോദിക്കുന്ന ആത്മാവിന് വലിയ ഇഷ്ടമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഓ റൂഹായേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പലതരത്തിൽ ഭാരങ്ങളുള്ളവര്, പലതരത്തിൽ വിഷമങ്ങളുള്ളവര്, പലതരത്തിൽ രോഗത്താൽ ക്ലേശിക്കുന്നവര്, ദൈവമേ ഓരോരുത്തരുടെ അപേക്ഷകൾ അവിടുന്ന് കാണണമേ. ഓരോരുത്തരെ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ. ഓരോരുത്തരെ പരിശുദ്ധാത്മാവിനെ അയച്ച് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവെ സ്തുതിക്കുന്നു. റൂഹായെ ഞങ്ങളെ ആരാധിക്കുന്നു, റൂഹായെ ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ആത്മാവെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ എഴുന്നള്ളി വരണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങൾക്ക് വലിയ കൃപ നൽകണമേ. ഓ പരിശുദ്ധ റൂഹായെ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. കൈകളടിച്ച് പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 റൂഹായേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളിപ്പോൾ വീണ്ടും വീണ്ടും ആകർഷിക്കുക, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവേ, ഞങ്ങൾക്ക് വലിയ സ്നേഹത്തിന്റെ അഭിഷേകം നൽകണമേ, ഞങ്ങൾക്ക് വലിയ ക്ഷമയുടെ കൃപ നൽകണമേ, ഞങ്ങൾക്ക് വലിയ ഐക്യത്തിന്റെ അഭിഷേകം നൽകണമേ, ഞങ്ങൾക്ക് വലിയ വചനത്തിന്റെ അഭിഷേകം നൽകണമേ, ഞങ്ങൾക്ക് വലിയ വചന വ്യാഖ്യാനങ്ങളുടെ വെളിപ്പെടുത്തലുകൾ നൽകണമേ. വചനം കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പസ്തോലന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരെ ശക്തിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷികളെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, ഓരോരുത്തരെ ബലപ്പെടുത്തണമേ, ഓരോരുത്തരെ ശക്തിപ്പെടുത്തണമേ. ആവശ്യക്കാരന്റെ ആവശ്യത്തിന് അനുസരിച്ച് പരിശുദ്ധാത്മാവേ രൂപാന്തരപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹത്തിൽ വേരുപാകിടാൻ സ്നേഹാഗ്നി ജ്വാലയാൽ നിറച്ചിടണമേ. യേശുവിന്റെ സ്നേഹത്തിൽ വേരുപാകിടാൻ സ്നേഹാഗ്നി ജ്വാലയാൽ നിറച്ചിടണമേ.
യേശുവിൻ്റെ വചനമെങ്ങും ഘോഷിച്ചിടുവാൻ ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടണമേ. യേശുവിൻ്റെ വചനമെങ്ങും ഘോഷിച്ചിടുവാൻ ആത്മാവിൻ ശക്തിയാൽ നിറച്ചിടണമേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 ആവർത്തിച്ച് റൂഹായേ റൂഹായേ വലിയ സ്നേഹത്തോടെ റൂഹായേ 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 റൂഹായേ. ഓ പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടുന്ന് അത്ഭുതകരമായി ഇടപെടണമേ. അവിടുന്ന് ഓരോ ഹൃദയങ്ങളെ ഇപ്പോൾ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വൈക്കോല് തീപ്പൊരി എന്നതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഇവർ കത്തി പടരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവചനം 10:17 കർത്താവേ കർത്താവേ പരിശുദ്ധാത്മാവിയാൽ മുള്ളുകളും മുൾച്ചെടികളും കത്തി ചാമ്പലാകുന്നതുപോലെ പരിശുദ്ധാത്മാവേ അവിടുന്ന് എഴുന്നേറ്റ് വരണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ മുള്ളുകളും മുൾച്ചെടി എരിയിച്ച് കളയണമേ, കൃപകൊണ്ട് നിറയ്ക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വൈക്കോലിൽ കത്തിടുന്ന അഗ്നി പോലെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നിടണമേ. വൈക്കോലിൽ കത്തിടുന്ന അഗ്നി പോലെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നിടണമേ. മുൾപടർപ്പു ചാമ്പലായി തീർന്നിടുവാൻ ആത്മാവിൻ അഗ്നിയായി ജ്വലിച്ചിടണമേ. മുൾപടർപ്പു ചാമ്പലായി തീർന്നിടുവാൻ ആത്മാവിൻ അഗ്നിയായി ജ്വലിച്ചിടണമേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. പരിശുദ്ധാത്മാവെ പറന്നിറങ്ങണേ, അഭിഷേകത്താൽ എന്നെ ശക്തനാക്കണേ. റൂഹായേ 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 ചേർന്ന് പാടാം. റൂഹായേ 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 അതരം തുറന്ന് റൂഹായേ 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 മനസ്സ് തുറന്ന് റൂഹായേ 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 റൂഹായേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 ആരാധന. ഓ കർത്താവേ, ഇപ്പോൾ ഹൃദയം തുറന്ന് ഒരു മനസ്സോടുകൂടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും പരിശുദ്ധ റൂഹായുടെ അത്ഭുതകരമായ സാന്നിധ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ അടുത്തും പരിശുദ്ധ റൂഹ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വലിയ അനുതാപത്തിന്റെ കൃപ നിറയട്ടെ, വലിയ ധൈര്യത്തിന്റെ കൃപ നിറയട്ടെ, വലിയ പ്രത്യാശയുടെ കൃപ നിറയട്ടെ, വലിയ ആശ്വാസത്തിന്റെ ചൈതന്യം വന്ന് നിറയട്ടെ. ദൈവമേ, ഹൃദയത്തിൽ വലിയ ദൈവിക സാന്നിധ്യം കൊണ്ട് ഓരോ കുടുംബങ്ങൾ നിൽക്കുമ്പോൾ നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്ക് സ്വസ്ഥാനങ്ങളിൽ ഇരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. Praise the Lord. Praise the Lord. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള അഭിനിവേശങ്ങൾക്കും അഭിലാഷങ്ങൾക്കും വശംബദ്ധനായി തീരുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അതിലേക്ക് വീണു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രത്യാഘാതങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ട് ഒരു വ്യക്തി അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുതെന്ന് വിശുദ്ധ ഗ്രന്ഥം ആവർത്തിച്ച്
പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പഠിപ്പിക്കുന്നുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വ്യക്തിയിൽ ജഡികമായ അഭിലാഷം അല്ലെങ്കിൽ പലതരത്തിലുള്ള അഭിനിവേശങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അതിൻ്റെ ചിന്തകൾ വരുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിന് പതുക്കെ അടിമപ്പെട്ടു പോകാൻ തുടങ്ങുമ്പോൾ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് നമുക്ക് ഒരു വെളിപ്പെടുത്തൽ കിട്ടുന്നത് ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 8ഉം 9ഉം തിരുവചനങ്ങളാണ്. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 13 വേഴ്സ് 8 and 9. എല്ലാ ദിവസവും അവളെ ഈ രണ്ട് ശ്രേഷ്ഠന്മാരും കാണാറുണ്ട്. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. അവർ വിവേകശൂന്യരായി ദൈവവിചാരവും ധർമ്മബോധവും കൈവെടിഞ്ഞു. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥം ഇടതടവില്ലാതെ വായിക്കുന്ന നിങ്ങൾക്ക് ഈ വചനത്തിന്റെ പശ്ചാത്തലം അറിയാം. സൂസന്യാണ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ കുടുംബത്തിൽ ജനിച്ച കാലഘട്ടം മുതൽ അപ്പനും അമ്മയും ദൈവത്തിന്റെ വചനത്തിൽ അവളെ വളർത്തി ഒരു വിശുദ്ധ ജീവിതം നയിച്ച് അതുപോലെ കൃപയിൽ വളർന്ന് നല്ലൊരു വിശുദ്ധ കുടുംബ ജീവിതം നയിക്കുന്ന സൂസന്ന. ആ സൂസന്നയെ കാണുമ്പോൾ ആ ദേശത്തുള്ള രണ്ട് ന്യായാധിപന്മാർക്ക് അവളിൽ ഒരു അഭിലാഷം ജനിക്കുകയാണ്, ഒരാഗ്രഹം തോന്നുകയാണ്. അവളെ പ്രാപിക്കണം, അവളെ സ്വന്തമാക്കണം എന്നുള്ള ചില ആഗ്രഹങ്ങളും ചിന്തകളും ജനിക്കുകയാണ്. ശ്രദ്ധിക്കണം, സ്വന്തമാക്കിയിട്ടില്ല, പാപമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഒരു അഭിലാഷം ജനിക്കുകയാണ്. അഭിലാഷം ജനിച്ചപ്പോൾ സംഭവിച്ച 3 കാര്യങ്ങൾ അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അവർ വിവേകശൂന്യരായിട്ട് തീർന്നു. പാപം ചെയ്തിട്ടില്ലെങ്കിലും പ്രവൃത്തിയിൽ വന്നിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ഒരു അഭിലാഷം ജനിച്ചു. അഭിലാഷം അവരുടെ ഉള്ളിൽ ജനിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ 3 കാര്യങ്ങളും കൂടെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങൾ ആ വചനം ഒന്ന് വായിച്ചു നോക്കിയ സഹോദരങ്ങളെ. അവർക്ക് അവളിൽ അഭിലാഷം ജനിച്ചു. പിന്നെ എന്താ സംഭവിച്ചത്? 1, അവർ വിവേകശൂന്യരായി. 2, ദൈവവിചാരം കൈവെടിഞ്ഞു. 3, ധർമ്മ ബോധം കൈവെടിഞ്ഞ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ജഡികമായ അഭിലാഷങ്ങൾ, വിശുദ്ധമായ കുടുംബജീവിതത്തിന് പുറത്തുള്ള പല തരത്തിലുള്ള സംഗതികൾ, അർഹതയില്ലാത്ത പല മേഖലകളുടെ അഭിനിവേശങ്ങൾ, അഭിലാഷങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ജനിക്കുമ്പോൾ സംഭവിക്കുന്ന സംഗതി എന്ന് പറയുന്നത് ഇതാണ് സഹോദരങ്ങളെ. വിവേകശൂന്യരായി ധർമ്മബോധം വെടിഞ്ഞ് പല തരത്തിലുള്ള സംഗതികളിലേക്ക് ചെന്ന് ചാടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ദിവസവും തന്നെ ആവശ്യമില്ലാത്ത പോൺ വീഡിയോസ് പോലത്തുള്ള സംഗതികൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്താണ്? ഇങ്ങനെ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ന്യായാധിപന്മാര് അവളെ ഇങ്ങനെ നോക്കി ആസ്വദിച്ചത് വന്ന പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് പതുക്കെ വിവേകശൂന്യരായിട്ട് തീരാൻ വേണ്ടി തുടങ്ങും. Praise the Lord. Praise the Lord. ദൈവവിചാരം പതുക്കെ നഷ്ടപ്പെട്ടു തുടങ്ങും. പിന്നെ സംഭവിക്കുന്ന കാര്യമാണ് ധർമ്മബോധവും വെടിയാൻ വേണ്ടി തുടങ്ങും. ഇത് ബൈബിളിൽ ഇങ്ങനെ 100 കണക്കിന് സംഭവങ്ങളുണ്ട്. ഇതൊക്കെ ചുമ്മാ നിസാരമായിട്ട് തള്ളിക്കളയരുത്. ഒരു ചിത്രം കണ്ടപ്പോൾ എന്താ, അല്ലെങ്കിൽ ഒരു അഭിലാഷം തോന്നിയാൽ എന്താ, അതിൻ്റെ കൂട്ടത്തിൽ വേറെ ചില സംഗതികൾ ജനിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. ഒന്നാമത്തെ സംഗതിയാണ് വിവേകശൂന്യരായിട്ട് തീരും. Praise the Lord. Praise the Lord. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിൽ 7-ാം തിരുവചനം, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 39 വേഴ്സ് 7. ജോസഫ് വടിവത്ത ശരീരമുള്ളവന് സുമുഖനുമായിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അവൻ്റെ യജമാനൻ്റെ ഭാര്യയ്ക്ക് അവനിൽ അഭിലാഷം തോന്നി. എൻ്റെ കൂടെ ശയിക്കുക എന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്ക്. അതായത് പൂർവ്വ ജോസഫ് പൊത്തിഫാറിന്റെ ഭവനത്തിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് പൊത്തിഫാറിന്റെ ഭാര്യയ്ക്ക് ജോസഫിൽ ഒരു അഭിലാഷം തോന്നുകയാണ്, ഒരാഗ്രഹം തോന്നുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതായത് ശരിക്കും പറഞ്ഞ ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു അത്രയുള്ള അധികാരത്തിന്റെ ലെവലുള്ളായിരുന്ന പൊത്തിഫാർ, ആ പൊത്തിഫാറിന്റെ ഭാര്യയ്ക്ക് ഒരു അഭിലാഷം തോന്നി കഴിഞ്ഞപ്പോൾ പിന്നെ എന്താ? വിവേകം നഷ്ടപ്പെട്ടു, ദൈവവിചാരം നഷ്ടപ്പെടുന്നു, ധർമ്മബോധം എല്ലാം പതുക്കെ തീരുകയാണ്.
അവരൊക്കെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർ നിൽക്കുന്ന ലെവൽ ഏതാണെന്നുള്ളതോ, അവർ നിൽക്കുന്ന സാഹചര്യം ഏതാണെന്നുള്ളതോ, അവർ നിൽക്കുന്ന അവസ്ഥയെന്നോ ഒന്നും നോക്കുന്നില്ല. രണ്ടാമത്തെ സംഗതിയാണ്, ഒരു വ്യക്തിയിൽ അഭിലാഷം ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ടാമത്തെ ഒരു സംഗതിയാണ് ദൈവ വിചാരം നഷ്ടപ്പെട്ടു പോകും. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 39-ാമത്തെ അധ്യായത്തിന്റെ 9-ാം തിരുവചനം, എല്ലാം അവൻ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, എന്നേക്കാൾ വലിയവനായി ആരും ഈ ഭവനത്തിലില്ല, എൻ്റെ മേൽനോട്ടത്തിൽ നിന്ന് നിങ്ങളെ അല്ലാതെ മറ്റൊന്നും അവൻ മാറ്റി നിർത്തിയിട്ടില്ല, അത് നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി പ്രവർത്തിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്യുക? പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്ക് സഹോദരങ്ങളെ, പൂർവ്വ ജോസഫിനെ പൊത്തിഫാറിന്റെ ഭാര്യ പാപം ചെയ്യിപ്പിക്കാനായിട്ടുള്ള പല തരത്തിലുള്ള പ്രവണതകളിലേക്ക് കൊണ്ടുവന്ന് ചാടിക്കാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പൂർവ്വ ജോസഫിന് അഭിലാഷം ജനിക്കുന്നില്ല. പൂർവ്വ ജോസഫിന് അതുകൊണ്ട് ദൈവ വിചാരം നഷ്ടപ്പെട്ടു പോകുന്നില്ല. പൂർവ്വ ജോസഫ് എന്താ പറയുന്നത്? ഇതാ ഈ യജമാനൻ എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, നിങ്ങളെ ഒഴികെ, കാരണം നിങ്ങൾ അവൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ്. എൻ്റെ മേൽനോട്ടത്തിന് വേറെ ഒന്നും മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ എങ്ങനെയാണ് ഇത്ര നീചമായി നിങ്ങളോട് പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ വേദനിപ്പിക്കുക? അവർക്ക് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും പല സംഗതികളും കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. വിവേകം നഷ്ടപ്പെട്ട ഒരുപാട് പെരുമാറ്റങ്ങൾ അല്ലേ? പല മനുഷ്യർക്കും ദൈവവിചാരം അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ഇങ്ങനത്തെയുള്ള ആവശ്യമില്ലാത്ത കാഴ്ചകൾ വിവേകരഹിതമായ പെരുമാറ്റത്തെ കൊണ്ടേ ചാടിക്കും. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്നാണ് പലപ്പോഴും ഇങ്ങനത്തെ പെരുമാറ്റങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചു പോണത്. പിന്നെയോ ദൈവവിചാരം കുറയുകയാണ്, പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ല, ആത്മീയ കാര്യങ്ങൾ തീക്ഷ്ണതയില്ല, ആത്മീയ കാര്യങ്ങൾക്ക് ഒരു സംഗതിയിൽ ദൈവവിചാരം അറ്റുപോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഒരു അഭിലാഷത്തിന് നമ്മൾ അടിമപ്പെട്ടിട്ടില്ല. അഭിലാഷം ആഗ്രഹം ജനിക്കുമ്പോൾ തന്നെ അടുത്തൊരു അപകടം ജനിക്കുകയാണ്. ധർമ്മബോധം ഇല്ലാതായിട്ട് തീരും, നീതിബോധം ഇല്ലാതായിട്ട് തോന്നും. ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 5-ാം തിരുവചനം, അവിടെ ശ്രേഷ്ഠന്മാരെ കുറിച്ച് ന്യായാധിപന്മാരെ കുറിച്ച് പറയുന്ന വചനഭാഗം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അക്കൊല്ലം ജനത്തിന്റെ ഇടയിൽ നിന്ന് 2 ശ്രേഷ്ഠന്മാർ ന്യായാധിപന്മാരായി നിയമിക്കപ്പെട്ടു. അവരെ പറ്റി കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ബാബിലോണിൽ നിന്ന് ജനത്തെ ഭരിക്കേണ്ടവരും ന്യായാധിപന്മാരുമായ ശ്രേഷ്ഠന്മാരിൽ നിന്ന് അകൃത്യം പുറപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ദൈവജനത്തിൽ നിന്ന് ശ്രേഷ്ഠന്മാരായ 2 ന്യായാധിപന്മാരെ നിയമിക്കുമ്പോൾ എൻ്റെ സഹോദരങ്ങൾ, എന്താ സംഭവിച്ചത്? ജനത്തെ നയിക്കേണ്ടവര്, അവരുടെ പ്രശ്നങ്ങളിൽ വിധി തീർപ്പ് നടത്തേണ്ടത്, ധർമ്മവിചാരം വേണ്ടവര്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയേണ്ടവര്, അവരിൽ നിന്ന് തന്നെ അധർമ്മം പുറപ്പെടുകയാണ്. നീതി ഇല്ലാത്ത പലതരത്തിലുള്ള പ്രസ്താവനകൾ വരികയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ധർമ്മബോധം കൈവെടിയും. വീണ്ടും ദാനിയേൽ പ്രവചനത്തിൽ 13-ാമത്തെ അധ്യായത്തിന് 40-41 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 13 വേഴ്സ് 40 and 41. അതുകൊണ്ട് ഞങ്ങൾ ഇവളെ പിടിച്ച് അവൻ ആരാണെന്ന് ചോദിച്ചു, അവൾ പറഞ്ഞില്ല, ഇത് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. കൂടെ ഇരുന്നവർ അവരെ വിശ്വസിച്ചു, കാരണം അവർ ജനത്തിൻ്റെ ശ്രേഷ്ഠന്മാരും ന്യായാധിപന്മാരുമായിരുന്നു. അവർ അവളെ മരണത്തിന് വിധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ന്യായാധിപന്മാര് സൂസന്നയോടൊപ്പം പാപം ചെയ്യാൻ ആഗ്രഹിച്ചാണ് നടക്കാതെ വന്നപ്പോൾ അവളെ കൈയോടെ പിടികൂടി ജനസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് പറയാണ്, ഇവന്റെ കൂടെ ഒരാളുണ്ടായിരുന്നു, വെറുതെ നുണ പറയാണ്. നോക്കിയ ധർമ്മബോധം എല്ലാം വേണ്ടിയ നീതി ന്യായം എല്ലാം തകിടം മറിക്കുകയാണ്. ഇവള് പറഞ്ഞില്ല, അതുകൊണ്ട് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തും, ഞങ്ങൾ 2 പേരും ഒരുമിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. കൂടിയിരിക്കുന്നവരെ വിശ്വസിക്കുക, കാരണം അവർ ന്യായാധിപന്മാരും ധർമ്മബോധം ഉള്ളവരുമാണെന്നൊരു വിചാരം ഉണ്ടായിരുന്നു. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാഴ്ചകളാണ് ഒരുപാട് മനുഷ്യരെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്നതിലേക്ക് കൊണ്ട് എടുത്തു ചാടിക്കുന്നത്. ആവശ്യമില്ലാത്ത കാഴ്ചകള് അഭിലാഷം ജനിപ്പിക്കുമെന്ന് മാത്രമല്ല, പിന്നെ ഈ അഭിലാഷത്തിന് അടിമപ്പെടുത്തി കളയും. ഇങ്ങനെ ആവശ്യമില്ലാത്ത കാഴ്ചകൾ കാണുമ്പോൾ ഓർക്കണം,
വലിയ അപകടം ഇതിന് ഉള്ളിലൂടെ നടക്കുന്നുണ്ട്. Praise the Lord. Praise the Lord. വിവേകം നഷ്ടപ്പെട്ട്, ദൈവവിചാരം നഷ്ടപ്പെട്ട്, ധർമ്മബോധം നഷ്ടപ്പെട്ട്. പഴയ നിയമത്തിലെ ദാവീദിന്റെ കാര്യം ചിന്തിച്ചു നോക്കാം. ദാവീദിന്റെ ജീവിതത്തിൽ എന്തായിരുന്നു? ആവശ്യമില്ലാത്ത ചില കാഴ്ചകൾ, ആവശ്യമില്ലാത്ത ചില നോട്ടങ്ങൾ, ആവശ്യമില്ലാത്ത ചില ആസ്വദിക്കലുകൾ, ചില അഭിലാഷം ജനിച്ചു ഉള്ളിൻ്റെ ഉള്ളിൽ. എന്താ സംഭവിച്ചത്? ഒരു രാജാവിന് ചെയ്യുന്ന പ്രവൃത്തിയാണ് വിവേകം നഷ്ടപ്പെട്ട്. അന്ന് ആ സമയത്ത് വാഗ്ദാന പേടകം യുദ്ധസ്ഥലത്താണ്. ശരിക്കും ജെറുസലേമിൽ രാജാവ് താമസിക്കുമ്പോൾ ആ യുദ്ധത്തിൽ വാഗ്ദാന പേടകത്തിനൊപ്പം പോകേണ്ടവനാണ്. ദൈവവിചാരം നഷ്ടപ്പെട്ട്, ധർമ്മബോധം നഷ്ടപ്പെട്ട്, അവസാനം ഊറിയായ വധിക്കുന്ന തരത്തിലുള്ള എന്തുമാത്രം പ്രവണതകൾ ചെന്ന് ചാടിയെന്ന് ചിന്തിക്കുക സഹോദരങ്ങൾ. ഉച്ചത്തിൽ പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇങ്ങനത്തുള്ള അഭിലാഷങ്ങൾ ജനിച്ച് ഇതുപോലെയുള്ള സംഗതികൾ ജീവിതത്തിൽ സംഭവിച്ച് പിന്നെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ ഈ അഭിലാഷങ്ങൾക്ക് അങ്ങ് അടിമപ്പെട്ട മനുഷ്യൻ. അഭിലാഷം ജനിച്ചു, കാഴ്ചയിലൂടെ പല അഭിലാഷങ്ങളും ജനിച്ചു. അവസാനം പറയുക ദൈവവിചാരം പതുക്കെ പതുക്കെ കുറഞ്ഞു, ധർമ്മബോധം കുറഞ്ഞു. പിന്നെന്താ? അങ്ങ് വിവേകം നഷ്ടപ്പെട്ടു തുടങ്ങി. പല കാര്യങ്ങൾ, അവിവേകപരമായ പല കാര്യങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ, അഭിലാഷം ജനിച്ച് ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുടെ കൂടെ ജനിച്ച് പിന്നെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുകയാണ്. അങ്ങനെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ ഭയാനകമായ പ്രത്യാഘാതങ്ങളുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 2-3 തിരുവചനങ്ങൾ. ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 6 വേഴ്സ് 2 and 3. അഭിലാഷങ്ങൾക്ക് അടിമപ്പെടരുത്. അവ നിന്നെ കാളക്കോറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കുകയും നിന്റെ ഫലങ്ങൾ നശിപ്പിക്കുകയും ചെയ്യും. നീ ഒരു ഉണക്ക മരമായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പൊ നോക്ക് സഹോദരങ്ങളെ, പല കാഴ്ചകൾ വഴി അഭിലാഷം ജനിച്ച് ഞാൻ ആവർത്തിച്ച് പറയുന്ന നമ്മുടെ ഹൃദയത്തിൽ ഇത് കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടായാൽ അപകടമുണ്ട്. വിവേകം നഷ്ടപ്പെട്ടു, ദൈവവിചാരം എല്ലാം കുറഞ്ഞ പതുക്കെ, നീതിബോധം നഷ്ടപ്പെട്ട്, ധർമ്മബോധം നഷ്ടപ്പെട്ട്, അങ്ങനെ പതുക്കെ പതുക്കെ ഇതുപോലെയുള്ള ജഡിക പാപത്തിൻ്റെ പല തരത്തിലുള്ള പാപപ്രവണതകൾക്കാണ് അടിമപ്പെടുകയാണ്. ജഡത്തിൻ്റെ പാപങ്ങൾക്ക്, അത് സ്വയംഭോഗമാകാം, സ്വവർഗഭോഗമാകാം, മദ്യപാനമാകാം, വ്യഭിചാരമാകാം, പല ദുരുപയോഗിക്കലാകാം, ഇങ്ങനെയുള്ള പാപങ്ങൾക്ക് അടിമപ്പെടുകയാണ്. അങ്ങനെ അടിമപ്പെട്ടാൽ വചനം പഠിപ്പിക്കുകയാണ്, അവ നിന്നെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ കാളക്കൂറ്റനെ പോലെ കുത്തിക്കീറും. അവ നിന്റെ ഇലകൾ ഭക്ഷിക്കും, നിന്റെ ഫലങ്ങൾ നശിപ്പിക്കും. നീ ഒരു ഉണക്ക മരമായി തീരും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എന്താ സഹോദരങ്ങളെ കാളക്കൂറ്റനെ പോലെയൊക്കെ കുത്തി കീറുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിന്റെ ഇലകൾ ഭക്ഷിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിന്റെ ഫലങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നീ ഒരു ഉണക്ക മരമായി തീരും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഒരു പച്ചമരം, ഉണക്കമരം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക സഹോദരങ്ങളെ. ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ഈ അഭിലാഷങ്ങൾ അനുഭവപ്പെട്ട് നടന്നാൽ ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഈ അഭിലാഷങ്ങൾ തന്നെ നമ്മെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടം വരും. വിതയ്ക്കുന്നത് കൊയ്യുന്ന ഒരു കാലഘട്ടമുണ്ട്. എന്ത് ചെയ്താലും ഉയർച്ച ഉണ്ടാകാത്ത വിധം, എന്ത് ചെയ്താലും തകർച്ച കൊണ്ടുവരുന്ന ദിവസം, അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടെന്ന് ഓർക്കണം. ഏത് കാര്യം ചെയ്താലും അവസാനം തകർന്ന് തരിപ്പടാകും. ഫലങ്ങൾ മുഴുവൻ തന്നെ നശിച്ചു പോവുക. ഒരു ജീവനില്ല, വെറും ഒരു ഉണക്ക മരം പോലെയാകുന്ന അവസ്ഥ. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ബൈബിളിൽ അങ്ങനെ ഉദാഹരണങ്ങളുണ്ട് സഹോദരങ്ങളെ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 47-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 15 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നമ്മുടെ രാജാവായ മഹാരാജാവ് സോളമനെ കുറിച്ചാണ്. സോളമനെ കുറിച്ച് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. നിന്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു, അതിനെ നീ ഉപമകളും സൂക്തങ്ങളും കൊണ്ട് നിറച്ചു. വീണ്ടും പ്രഭാഷണം 47:16 നിന്റെ പ്രശസ്തി വിദൂര ദ്വീപുകളിലെത്തി. സോളമനെ കുറിച്ച് പറയാ, സമാധാനപൂർണമായ ഭരണ നിമിത്തം നീ പ്രിയങ്കരനായി. പ്രഭാഷണം 47:18 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ തകരം പോലെ സ്വർണം, ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. അങ്ങനെ സോളമനെ കുറിച്ച് ഏറ്റവും ടോപ്പായിട്ട് ബൈബിളിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ചിട്ട് ചങ്ക് പൊടിയുന്ന വേദനയോടെ പ്രഭാഷകൻ മറ്റൊരു കാര്യം അവതരിപ്പിക്കുകയാണ്. പ്രഭാഷകൻ 47:19 21 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തി, നിന്റെ സൽകീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, സന്തതി പരമ്പരയെ മലിനമാക്കി.
എന്നിട്ട് പറയാണ്, അവരെ ക്രോധത്തിന് ഇരയാക്കി, നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി. അങ്ങനെ രാജ്യം വിഭജിക്കപ്പെട്ടു. എഫ്രായിമിൽ നിന്ന് ഉദ്ധതമായ ഒരു രാജ്യം ഉയർന്നു വന്നു എന്ന് പറഞ്ഞാൽ, ദൈവം നെഞ്ചിലേറ്റ് പൊന്നു പോലെ ഉയർത്തിക്കൊണ്ട് വന്ന ഒരു രാജ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരായിരുന്നു ഇസ്രായേൽ. എന്നാൽ സോളമൻ ജഡത്തിന്റെ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടു പോയപ്പോൾ ആ രാജ്യം നെടുകയും കുറുകയും വിഭജിക്കപ്പെട്ടു പോയില്ലേ? അതാണ് സഹോദരങ്ങളെ, ഒരു കാലഘട്ടത്തിൽ അഭിലാഷങ്ങൾക്ക് അടിമപ്പെട്ടാൽ അത് കാളക്കൂട്ടിനെ പോലെ കുത്തിക്കീറും, നമ്മുടെ ഇലകൾ ഭക്ഷിക്കും, നമ്മുടെ ഫലങ്ങൾ നശിപ്പിക്കും, ഒരു ഉണക്ക മരമായി തീരുന്ന അവസ്ഥയിലേക്ക് വരും. അവർക്ക് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതല്ലേ സോളമന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഒരു പക്ഷെ ചിന്തിക്കാം, ദാവീദ് ഇതേപോലെ പാപം ചെയ്തില്ല, എന്നിട്ട് ദാവീദിന് എന്താ കുഴപ്പം വരാതിരുന്നത്? ദാവീദ് അതുപോലെ ചങ്ക് പൊട്ടി കരഞ്ഞ് അനുദപിച്ചു, അതുകൊണ്ട് അവന്റെ പരിശുദ്ധാത്മാംശം പിൻവലിച്ചപ്പെട്ടില്ല. ദാവീദിന്റെ വംശത്തെ ദൈവം അനുഗ്രഹിച്ചു. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഇതുപോലെയുള്ള ഓരോ വചനം കേൾക്കുമ്പോൾ ഈ വചനം പ്രഘോഷിക്കുന്ന ഉദ്ദേശം എന്നാ? കർത്താവ് അനുദപിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ലൂക്ക 3:10 വചനമുണ്ട്. വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ജനം ചോദിച്ചു, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോസ്തലപ്രവർത്തനം 2:37 വചനമുണ്ട്. ജനം ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ഓരോ വചനവും കർത്താവിൻ്റെ അനുതാപത്തിന് വേണ്ടിയിട്ടുള്ള വിളിയാണ്. ഓരോ വചനവും മനസ്സ് മാറ്റാനുള്ള വിളിയാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ണുകളിലൂടെ അഭിലാഷം കയറി വരുമ്പോൾ അതിന് പിന്നാലെ ഒരുപാട് കാര്യങ്ങൾ പുറകെ വരുന്നുണ്ടെന്ന് നോക്കണം. അതുകൊണ്ട് ഒരു അടക്കം ശീലിക്കണം. ഒരു കൃപയുടെ ഒരു ജീവിതശൈലി സ്വന്തമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അഭിലാഷം ജനിച്ചു വെച്ച് കുഴപ്പമില്ലാന്ന് വിചാരിക്കരുത്. അത് ഒരുപാട് നാശനഷ്ടങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. വിവേകം നഷ്ടപ്പെട്ടു പോകും, ദൈവോചാരം നഷ്ടപ്പെട്ടു പോകും, ധർമ്മബോധം നഷ്ടപ്പെട്ടു പോകും. അവസാന അഭിലാഷങ്ങൾക്ക് അടിമപ്പെടുത്തി ഒരു ഉണക്ക മരമാക്കി തീരുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരും. എൻ്റെ സഹോദരങ്ങളെ, ഈ ആരാധന നമുക്ക് എളിമപ്പെട്ട് പ്രാർത്ഥിക്കാം. ഇതുവരെ ദൈവം അങ്ങനെയൊന്നും കൊണ്ടുപോകാത്ത സംരക്ഷണ ആത്മാർത്ഥന നന്ദി പറയാം. വീണ് പോയിട്ടുള്ളവർ വലിയ അനുതാപത്തിന് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കാം. ഇതുവരെ പിടിച്ചു നിന്നവൻ വീണാതിരിക്കാൻ വേണ്ടിയുള്ള കൃപയ്ക്ക് വേണ്ടി കർത്താവ് ചോദിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 2-3 തിരുവചനങ്ങൾ. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം അവിടുത്തെ പോലെയാകും. അവിടുന്ന് ആയിരിക്കുന്നത് പോലെ നമ്മൾ അവിടുത്തെ കാണുകയും ചെയ്യും. ഈ പ്രത്യാശയുള്ളവൻ അവിടുന്ന് പരിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധനാക്കുന്നു. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ സമയത്ത് കരങ്ങൾ കൂപ്പി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. അരുതാത്ത കാഴ്ചകൾ കാണരുത്. അഭിലാഷം ജനിപ്പിക്കുന്ന കാഴ്ചകളുടെ പിന്നാലെ പോകരുത്. ഈ കണ്ണുകൾ ദൈവത്തെ കാണേണ്ട കണ്ണുകളാണ്. ഈ കാതുകൾ ദൈവത്തിൻ്റെ സ്വരം കേൾക്കേണ്ട കാതുകളാണ്. ഇത് ദൈവത്തോട് സംസാരിക്കേണ്ട അധരങ്ങളാണ്. ദൈവമേ, എന്നെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. വിശുദ്ധീകരിച്ചിടണേ ദൈവമേ, വിശുദ്ധീകരിച്ചിടണേ. എൻ ദേഹവും ആത്മാവും മാനസവും പൂർണ്ണമായി പവിത്രീകരിച്ചിടണേ. 2 കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ, യേശുവേ.